ഹായ് ഗൈസ്, ലെറ്റ്സ് ടോക്ക് അബൌട്ട് എന്നെ കൊച്ചുനാളി ഒരുപാട് പേടിപ്പിച്ചിട്ടുള്ള കുറച്ച് റൈഡ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം. എന്നെ പോലെ തന്നെ നിങ്ങളും വണ്ടർല, വീഗാലാൻഡ് അതുപോലെ ഒരുപാട് പാർക്കുകളിൽ നിങ്ങളും പോയിട്ടുണ്ടായിരിക്കും. കൊച്ചുനാളിലോ ഫാമിലി ആയിട്ടോ ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. ഞാനും ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് വീഗാലാൻഡിലും ഹാപ്പി ലാൻഡിലുമാണ്. ഓക്കെ, ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കയറാൻ ആഗ്രഹിക്കുന്ന ഫസ്റ്റ് സാധനം ഇതാണ്. ഇതിലാവുമ്പോഴത്തേക്ക് ഇങ്ങനെ കറക്കിയും പിടിച്ചും അത് വലുതായിട്ട് ഡ്രൈവിങ് അറിയണമെന്നൊന്നുമില്ല ആർക്കും, പിള്ളേർ വരെ കിടന്ന് കളിക്കുന്നത്. പക്ഷെ എനിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു അവിടെയുള്ള ഫസ്റ്റ് റൈഡുകളിലൊന്നും അതാണ്. പിന്നെ ഉള്ള റൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്ര ഡേഞ്ചർ അല്ല, പക്ഷെ എന്നാൽ പോലും എനിക്കൊരു സംഭവം ഓർമ്മയുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ചറുകാനായിട്ട് ഇതിൻ്റെ മണ്ടയ്ക്ക് പോയിരുന്നപ്പോഴത്തേക്ക് എനിക്ക് താഴോട്ട് ഇറങ്ങി വരാൻ പേടി, താഴോട്ട് നിരങ്ങി വരാൻ പേടി. അപ്പോൾ എനിക്ക് ചെറുപ്പമാണ്, അപ്പം നല്ല പേടിയുണ്ട്. അപ്പം ഞാൻ മണ്ടേ കയറി ഇരിക്കുക, നിരങ്ങി താഴെ വരാനായിട്ട് എൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുക. അപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്ത് പോകുന്നുണ്ടല്ലോ, വെള്ളം അടിയിൽ കൂടെ പോകുന്നുണ്ട്. നമ്മളപ്പോൾ അതിൽ നിരങ്ങിയല്ലേ ഇങ്ങനെ താഴെ വരുന്നത്. അപ്പം ഞാനിങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കുക എൻ്റെ അകത്ത് നിരങ്ങി താഴെ വരാനായിട്ട്. പക്ഷെ എനിക്കാണെങ്കിൽ പേടി, കൈ വിട്ട് കഴിഞ്ഞാൽ അത്രയും നല്ല പൊക്കത്തില്ല. എനിക്ക് തോന്നുന്നത് ഹാപ്പി ലാൻഡിലാന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കുക, പെട്ടെന്ന് എൻ്റെ പുറകിൽ നിന്ന് അണ്ണൻ പിടിച്ചെന്നെ ഒറ്റത്തള്ളു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, ഞാനങ്ങ് താഴെ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. പക്ഷേ അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നല്ലപോലെ പേടിച്ച്. അതുപോലെ പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്, ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങൾ. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറുന്നവരൊക്കെ മനുഷ്യരാണോ എന്ന് തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാണിച്ചു തരുന്നത് ഇതൊക്കെ എങ്ങനെ പറ്റുന്നോ എന്തോ എനിക്ക് സത്യസന്ധത ഇപ്പോഴും അറിയത്തില്ല. ആ കയറങ്ങാനും അറ്റുപോയി കഴിഞ്ഞാൽ തെറിച്ച് മാനത്ത് പോവും, ഭൂമി കഴിഞ്ഞ് പുറത്ത് പോകും തോന്നുന്നു. അത്രയും ഇങ്ങനെ നടന്ന് കറങ്ങുന്ന ഈ സാധനം, അതായത് ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്, അത് ഒരു നൂല് കെട്ടിയാണ് കിടന്ന് കറങ്ങുന്നത്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഈ സാധനത്തിൽ കിടന്ന് കറങ്ങുന്ന സമയത്ത് ഇതുവല്ലതും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ആലോചിച്ചു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഏത് ഉത്സവപ്പറമ്പിൽ പോയാലും അത്യാവശ്യം വലിയ ഉത്സവം സെറ്റപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 10-8 ഉത്സവപ്പറമ്പിലും ഈ ചെറിയ പാർക്കുകൾ പിള്ളേർ കളിക്കാനായിട്ട് വയ്ക്കും. ആ പാർക്ക് വയ്ക്കുന്നതിൽ 8 എണ്ണത്തിൽ 6 എണ്ണത്തിലും കാണും മരണക്കിണർ. അത് നിങ്ങൾക്ക് ഒട്ടുമിക്കവരും കയറിയിട്ടുള്ളതായിരിക്കും. ഞാൻ ഇന്നേ വരെ അതിൽ കയറിയിട്ടില്ല എന്തായാലും. പക്ഷേ ഹാപ്പി ലാൻഡിലും വീഗാലാൻഡിലും കുറേ സാധനങ്ങളുണ്ട് ഈ മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട്. കറങ്ങി മണ്ടേ പോയിട്ട് തിരിച്ച് ഒറ്റ വിടക്കം വിടുന്ന കണക്ക് ആൾക്കാർ എത്രയും കൊണ്ട് താഴെ വിടുന്ന സാധനങ്ങൾ. പിന്നെ അതുപോലെ ഒരുപാട് സാധനങ്ങൾ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ പോകുന്നത് എൻജോയ് ചെയ്യാനായിട്ടാണ്. ഈ സാധനത്തിൽ കയറ്റി കൂടെ ഉള്ളവരും കൂടെ വിളിച്ച് കയറ്റി എൻ്റെ മണ്ടയെ കയറ്റി പേടിപ്പിക്കുക. കൂടെ വരുന്ന കുറേ ടീമുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഇവന്മാരൊക്കെ ഇതിലാണോ പെറ്റിട്ടതെന്ന് അറിയാൻ വയ്യ. കാരണം ഇവന്മാരൊക്കെ ഇതിനകത്ത് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു പേടിയില്ലാതെയാണ് കയറുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നല്ലേ വെള്ളത്തിൽ കിടന്ന് നീന്താൻ അറിയത്തില്ലെങ്കിലും അത് ഇട്ട് കയ്യും കാലും ഇട്ടടിച്ച് വെള്ളത്തിനടിയിൽ കൂടെ നീന്തത്തില്ലേ, ആ പരിപാടി. ഇല്ലെങ്കിൽ പിന്നെ നടുക്ക് മറ്റല്ല സുനാമി അടിച്ച് വരത്തില്ലേ, ഇല്ല ഇല്ല കയറ് കെട്ടിയിട്ടിട്ട് റോപ്പിൻ്റെ അപ്പുറത്തുനിന്ന് വെള്ളം ഇല്ല തിരമാല കണക്ക് ഇപ്പുറം വരും, നമ്മൾ ഇവിടുന്ന് വയറിൽ പിടിച്ച് ആ ഒരു പരിപാടി ഇഷ്ടമാണ്. അവിടെ പോയി നിൽക്കുക. അതൊക്കെ ആകുമ്പോൾ അത്ര ഡേഞ്ചർ അല്ലെന്നാണ് തോന്നുന്നത്. ആ കയറി പിടിച്ചിരിക്കുന്നതുകൊണ്ട് തൂങ്ങി അതിൽ തന്നെ കിടക്കും. അതും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആ സാധാ സ്വിമ്മിംഗ് പൂൾ കണക്ക് സെറ്റ് ചെയ്തിട്ടേക്കത്തില്ലേ, നടുക്കൊരു വലിയൊരു മീനിൻ്റെ വലിയൊരു സാധനം കാണും, അതിൻ്റെ അകത്തൊക്കെ കയറി ഉരുണ്ട് താഴെ വരിക. ഇപ്പോഴല്ല കേട്ടോ, മുമ്പ്. ഇപ്പം പോയിട്ട് കുറേ നാളായി. തിരുവനന്തപുരത്തുണ്ട്, തൊട്ടടുത്ത തിരുവനന്തപുരം. ഒരു ദിവസം പോകണം. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും പേടിയുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഈ സാധനത്തിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എന്നെ കൊണ്ട് പറ്റും. ചിലതിനകത്തൊക്കെ കയറും. ഇല്ല ഡ്രാഗൻ്റെ സാധനം ആടത്തില്ല കിടന്ന്, ഇല്ല ഡ്രാഗൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങോട്ടും പോകത്തില്ല, വള്ളം കണക്ക്, അതിനകത്തൊക്കെ പിന്നെ ഇപ്പം കയറും. പക്ഷേ ഇല്ല കയറിട്ട് ഇറങ്ങുന്നതിൻ്റെ അകത്തൊന്നും ഇപ്പോഴും കയറത്തില്ല കേട്ടോ, അതെനിക്ക് ഇപ്പോഴും പേടിയാണ്. പിന്നെ വേറൊരു സാധനം ഞാൻ പണ്ടൊരു വീഡിയോയ്ക്കകത്ത് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഇതാണ് കമ്പ് കണക്ക് നിൽക്കും, ഞാൻ ഫോട്ടോയ്ക്കകത്ത് കാണിച്ച സാധനമാണ്. ഇത് കണക്ക് നിൽക്കും. എന്നിട്ട് ആൾക്കാരെല്ലാവരും ഇവിടെ ഒരു ചെറിയൊരു സംഭവത്തിൻ്റെ അകത്ത് ഇരുത്തിയിട്ട് ഈ സാധനം ഇങ്ങനെ കറങ്ങി നല്ല ഹൈറ്റാണ്. ഇത് കണക്കല്ല, നല്ല ഹൈറ്റാണ്. കറങ്ങി മണ്ടേ പോയിട്ട് അവിടെ നിന്ന് റിലീസുണ്ട്. ആ റിലീസിൽ ഇവിടെ എല്ലാവരും അടുക്കി ഇരുത്തിയേക്കുന്നത് അടുത്തടുത്തായിട്ട്. ആ റിലീസിൻ്റെ അകത്ത് ഈ കസാരകളെല്ലാം തെറിച്ച് ഒരു കയറിനകത്ത് ഇങ്ങനെ വീഴും. ഞാൻ പറഞ്ഞില്ല ഫോട്ടോയ്ക്കകത്ത് കാണിച്ചായിട്ട്, പക്ഷേ പ്രവർത്തനം വേറെ രീതിയിലാണ്.
ആൾക്കാർ എത്രയും തെറിച്ച് ഇങ്ങനെ വിരിയും, ഇല്ല കുട വിരിയുന്ന കണക്കിന് വിരിയും, എന്നിട്ട് വിരിഞ്ഞിട്ട് കിടന്നൊരു കറക്കമുണ്ട്, എന്നിട്ട് അത്രയും പേരെയും കൊണ്ടങ്ങ് താഴെ പോകും. അതോ ആ ഹൈറ്റിലാണ് ചിന്തിക്കണം, ആ ഹൈറ്റിൽ അത്രയും മണ്ടയ്ക്ക് പോയിട്ട് ഓരോരുത്തരും ഇരിക്കുന്ന കസാരേനെ, ആ ചെയറിനെ അങ്ങ് ഒരു കയറിനകത്ത് തൂക്കി അങ്ങ് വിരിയിക്കും. എന്തരാണോ എന്തോ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് ചിന്തിക്കുമ്പോൾ തന്നെ കിളി പോകും. അതങ്ങനെ വിടിവിക്കുന്ന രീതിയിൽ തന്നെ കയറെങ്ങാനും പൊട്ടി താഴെ പോയി കഴിഞ്ഞാൽ എന്തിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ ബോൾട്ട് പോയി, അങ്ങനെ പോയി ഇങ്ങനെ പോയി, ആക്സിഡൻറ്റ് പറ്റി എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് പിന്നെ ഒന്നുകൂടെ പേടിയാണ്. എന്തരായാലും അടുത്ത പ്രാവശ്യം പോകുമ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, പേടിയൊക്കെ മാറിയാന്ന്. നിങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് പറ, നോക്കാം. അതോ എല്ലാവർക്കും പേടിയില്ലാത്തവരും കാണും, പേടിയുള്ളവരും കാണും, സ്വാഭാവികം. എനിക്ക് എൻ്റേതായൊരു തോട്ട് ഞാൻ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ പോകുന്നു. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് ഇത് കാണാം.